വേദജ്യോതിഷ പ്രകാരം ഓരോ ഗ്രഹങ്ങൾക്കും കാലാകാലങ്ങളിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു. ചില ഗ്രഹങ്ങൾ രാശിമാറി ചലിക്കുമ്പോൾ ചില ഗ്രഹങ്ങളാകട്ടെ വക്രഗതി സഞ്ചാരം നടത്തുന്നു. വേദജ്യോതിഷത്തിലെ 4 ഗ്രഹങ്ങൾ ഒഴികെ ബാക്കി എല്ലാ ഗ്രഹങ്ങളും വക്രഗതിയിൽ സഞ്ചരിച്ചതിനു ശേഷം പിന്നീട് നേർതി പ്രാപിക്കുന്നു. അതിൽ സൂര്യൻ, ചന്ദ്രൻ, രാഹു, കേതു എന്നീ ഗ്രഹങ്ങളാണ് വക്രഗതിയിൽ മാത്രം സഞ്ചരിക്കുന്നത്. രാഹുവും കേതുവും വിപരീത ദിശയിലാണ് വക്രഗതി സഞ്ചാരം നടത്തുന്നതും. ഗ്രഹങ്ങളുടെ വക്രഗതി സഞ്ചാരം എപ്പോഴും ദോഷഫലങ്ങൾ മാത്രമാണ് നൽകുന്നതും. ചൊവ്വ കർക്കിടകം രാശിയിലാണ് വക്രഗതി സഞ്ചാരം നടത്തുന്നത്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രതികൂലമായ പല പ്രതിസന്ധികളും സൃഷ്ടിക്കുന്നു. പലപ്പോഴും ജീവൻ വരെ അപകടമുണ്ടാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങളെത്തുന്നു. ശരീരബലം, ഊർജം, വാഹനം, ഭൂമി, വീട് എന്നിവയെല്ലാം ചൊവ്വയാണ് സ്വാധീനിക്കുന്നത്. അതുകൊണ്ടുതന്നെ ചൊവ്വയുടെ സ്വാധീനം നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ദോഷകരമായ മാറ്റങ്ങളും കൊണ്ടുവരുന്നു. 12 രാശിക്കാരിൽ 3 രാശിക്കാര് അതീവ ജാഗ്രതയോടെ വേണം ഈ ദിനങ്ങളിൽ മുന്നോട്ടു പോവാൻ. അവര് ആരൊക്കെയെന്ന് നോക്കാം. ചൊവ്വയുടെ വക്രഗതി സഞ്ചാരം ഒരിക്കലും നിസ്സാരമായി കണക്കാക്കരുത്. വേദജ്യോതിഷ പ്രകാരം 2024 ഡിസംബർ 7 വക്രഗതി സഞ്ചാരം ആരംഭിക്കുന്ന ചൊവ്വ 2025 ഫെബ്രുവരി 24 വരെ വക്രഗതിയിൽ തന്നെ സഞ്ചരിക്കും. അതായത് വരുന്ന 80 ദിവസത്തോളം ചൊവ്വയുടെ നെഗറ്റീവ് സ്വാധീനം നിങ്ങളുടെ ജീവിതത്തെ വളരെ മോശമായി ബാധിക്കുന്നു. പലപ്പോഴും ഒരു ദയയും കാണിക്കാതെയാണ് ചൊവ്വ അതിന്റെ ദോഷഫലങ്ങളെ പ്രദാനം ചെയ്യുന്നത്. 12 രാശിക്കാരിലും ഇത് സ്വാധീനം ചെലുത്തുമെങ്കിലും ഇനി പറയുന്ന 3 രാശിക്കാര് അല്പം കൂടുതൽ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു. മേടം രാശിക്കാർക്ക് സാധാരണ ഏതൊരു കാര്യത്തിനും ആവേശഭരിതമായ സ്വഭാവമായിരിക്കും. എന്നാൽ ചൊവ്വയുടെ പ്രതിലോമ ചലനം നിമിത്തം പലപ്പോഴും ഇവരിൽ സ്വഭാവം തന്നെ മാറി മറിയാം. ദേഷ്യം, ക്ഷമയില്ലായ്മ, അമിതമായ അസ്വസ്ഥത എന്നിവ ഇവരിൽ ഉണ്ടാവുന്നു. സമ്പാദിക്കുന്നതിനു വേണ്ടി എത്രയൊക്കെ ശ്രമിച്ചാലും ആ ശ്രമങ്ങളെല്ലാം തന്നെ പരാജയപ്പെടുന്നു. പലപ്പോഴും വരുമാനത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ വളരെയധികം പ്രതിസന്ധിയിലാവുന്നു. ജോലിയുടെ കാര്യത്തിലും അഭിപ്രായ വ്യത്യാസവും സഹപ്രവർത്തകരുമായി പ്രശ്നങ്ങളും ഉണ്ടാവാം. ബിസിനസ്സിലാകട്ടെ ഇതുവരെയില്ലാത്ത പ്രതിസന്ധികളും നഷ്ടവും അനുഭവിക്കേണ്ടിവരും. ജീവിതത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക നഷ്ടം സംഭവിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. വൃശ്ചികം രാശിക്കാർക്ക് അവരുടെ ജീവിതത്തിൽ പ്രതികൂലമായ പല മാറ്റങ്ങളും ഉണ്ടാവുന്ന സമയമാണ് ഡിസംബർ 8 മുതൽ. പലപ്പോഴും അസൂയ, പ്രതികാരം, അമിത ദേഷ്യം എന്നീ വികാരങ്ങൾ നിങ്ങളെ പിടികൂടുന്നു. കൂടാതെ സാമ്പത്തിക ശ്രേയാതസ്സുകൾ ഇല്ലാതാവാം. ജോലി നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ അത് പ്രതിസന്ധികളിലേക്ക് എത്തുകയോ ചെയ്യാവുന്നതാണ്. മത്സരത്തില് അതിദയനീയമായ പരാജയം സംഭവിക്കാം. പലപ്പോഴും കടബാധ്യത വർദ്ധിക്കുകയും ജീവിതം മുഴുവൻ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവുകയും ചെയ്യുന്നു. ചിലവുകളിൽ നിയന്ത്രണമില്ലാത്തത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നിങ്ങളെ എത്തിക്കുന്നു. പലപ്പോഴും ജീവിതം തന്നെ ദുസ്സഹമായ അവസ്ഥ നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു. മകരം രാശിക്കാർക്ക് പലപ്പോഴും ജീവിതത്തിൽ നിസ്സാര കാര്യങ്ങൾക്ക് പോലും പരാജയം ഏറ്റെടുക്കേണ്ടി വരുന്നു. എന്നാൽ അതിനെ എപ്രകാരം കൈകാര്യം ചെയ്യണം എന്നത് പലപ്പോഴും വെല്ലുവിളി ഉയർത്തുന്നതാണ്. അതിമോഹം നിങ്ങളെ പിടികൂടുന്നു. കൂടാതെ അഹംഭാവവും വർദ്ധിക്കുന്നു. ഇതിലെല്ലാം തന്നെ ചൊവ്വയുടെ സ്വാധീനം എന്നത് വളരെയധികം ശ്രദ്ധേയമായ കാര്യമാണ്. നിക്ഷേപത്തിൽ അതിഭീകരമായ നഷ്ടത്തിന് സാധ്യതയുണ്ട്. പലപ്പോഴും ബിസിനസ്സിലെ തടസ്സങ്ങളെ നിങ്ങൾക്ക് തടഞ്ഞു നിർത്താൻ സാധിക്കുകയില്ല. നിയമപരമായ പ്രശ്നങ്ങൾ പോലും നിങ്ങൾക്ക് എതിരായി മാറുന്നു. സാമ്പത്തിക നഷ്ടം ബിസിനസ്സിനെ ഛിന്നഭിന്നമാക്കും.